നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ധനുമാസത്തിലെ തിരുവാതിര ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ജന്മനക്ഷത്രമാണ്. തിരുവാതിര നാളിൽ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായി ഭക്തർ വ്രതവും മറ്റു ചടങ്ങുകളും അനുഷ്ഠിക്കുന്നു. വിവാഹിതർ ദീർഘമംഗല്യത്തിനും പെൺകുട്ടികൾ ഉത്തമ പങ്കാളിയെ ലഭിക്കാനുള്ള പ്രാർത്ഥനയോടുമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര നാൾ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ അനുഷ്ഠിക്കുന്ന വ്രതം എന്ന പ്രത്യേകതയുമുണ്ട്. ശിവഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായി തിരുവാതിര വ്രതം അനുഷ്ഠിച്ചത് പാർവതി ദേവിയായിരുന്നു. കൂടാതെ ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും തമ്മിലുള്ള വിവാഹം നടന്നത് തിരുവാതിര നാളിലാണെന്നും ഐതിഹ്യമുണ്ട്. ശക്തി ശിവനോടൊപ്പം ചേരുന്ന ഈ തിരുവാതിര ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതം ലഭിക്കുമെന്നാണ് വിശ്വാസം. വിവാഹം കഴിഞ്ഞ് ആദ്യം വരുന്ന തിരുവാതിര പൂത്തിരുവാതിര എന്നറിയപ്പെടുന്നു. മകയിര്യം, തിരുവാതിര എന്നീ 2 ദിനങ്ങളിലും വ്രതം ആചരിക്കുന്നത് ഉത്തമമാണ്. മകയിര്യം നോമ്പ് മക്കളുടെ അഭിവൃദ്ധിക്കും ആയുരാരോഗ്യത്തിനും വേണ്ടിയാണ്. മകയിര്യം നോൻപ് ഒരിക്കലോടെയാണ് അനുഷ്ഠിക്കേണ്ടത്. മകയിര്യ ദിനത്തിൽ എട്ടങ്ങാടി ചുട്ട് നിവേദിക്കണമെന്നാണ് ചിട്ട. കാച്ചിൽ, ചേമ്പ്, കൂർക്ക, നനകിഴങ്ങ്, ചെറുകിഴങ്ങ്, ചെറുചേമ്പ്, വലിയ ചേമ്പ്, മധുരക്കിഴങ്ങ് എന്നീ 8 കിഴങ്ങുകൾ ചുട്ടെടുത്ത് ശർക്കരപ്പാവും കാച്ചി നാളികേരവും പഴവും വൻപയർ വേവിച്ചത്, കരിമ്പും എന്നിവ ചേർത്താണ് എട്ടങ്ങാടി വിഭവം തയ്യാറാക്കുന്നത്. ഗണപതിക്കും ശിവനും പാർവതിക്കും നേദിച്ച ശേഷം പ്രസാദമായി എല്ലാവർക്കും അത് ഭക്ഷിക്കാവുന്നതാണ്. തിരുവാതിര ദിനത്തിൽ പുലർച്ചെ ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. ഗായത്രി മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ്. അതിനുശേഷം വാലിട്ട് കണ്ണെഴുതുകയും മഞ്ഞളും ചന്ദനവും ചേർത്ത് കുറി തൊടുകയും സീമന്തരേഖയിൽ പാർവതി ദേവിയെ സ്മരിച്ചുകൊണ്ട് സിന്ദൂരം അണിയുകയും ചെയ്യുക. സിന്ദൂരമണിയുമ്പോൾ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രമുണ്ട്. ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേവി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമഃ. ഈ മന്ത്രം 3 തവണ ജപിക്കുന്നത് ഉത്തമമാണ്. അന്നേ ദിവസം അരിയാഹാരം ഒഴിവാക്കി തിരുവാതിര പുഴുക്ക്, കൂവ കുറുക്കിയത്, ഗോതമ്പ്, പഴങ്ങൾ, കരിക്കിൻ വെള്ളം എന്നിവ കഴിക്കാം. പഞ്ചാക്ഷരി മന്ത്രം, പഞ്ചാക്ഷരി സ്തോത്രം, ശിവപുരാണം, ശിവസഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുന്നതും ഉത്തമമാണ്. അന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ പോയി ധാരകൾ കഴിക്കുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും മുൻവിളക്ക്, പിൻവിളക്ക് എന്നിവ നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. പലതരം ധാരകൾ ഉണ്ട്. ക്ഷീരധാര കാര്യവിജയത്തിനാണ്. ജലധാര പാപശാന്തി, കാര്യവിജയം എന്നിവ നേടിത്തരുന്നു. തേൻ കൊണ്ടുള്ള ധാര ശാപദോഷ ശാന്തിക്കായും, പഞ്ചഗവ്യധാര പൂർവജന്മ ദുരിതശാന്തിക്കും, ഇളനീരുകൊണ്ടുള്ള ധാര മനഃശാന്തി, പാപശാന്തി എന്നിവയ്ക്കും, ഘൃതധാര അതായത് നെയ്യുകൊണ്ടുള്ള ധാര സർവ ഐശ്വര്യ സമൃദ്ധിയുമാണ് ഫലം. കൂടാതെ അഷ്ടഗന്ധ ജലധാര ശത്രുദോഷ ശാന്തിക്കും ഉത്തമമാണ്. പണ്ടുകാലത്ത് ധനുമാസത്തിലെ അശ്വതി മുതൽ പുണർദം വരെയുള്ള 7 നാളുകളാണ് തിരുവാതിരയോടനുബന്ധിച്ച് വ്രതം അനുഷ്ഠിച്ചിരുന്നത്. എന്നാൽ ഇന്ന് മകയിര്യം, തിരുവാതിര, പുണർദം എന്നീ 3 നാളുകളിൽ മാത്രമായി വ്രതം ചുരുങ്ങി. ഓരോ നാളിലെയും വ്രതത്തിന് ഓരോ ഫലങ്ങളാണുള്ളത്. ഓരോ ദിവസത്തെ വ്രതവും തൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ളതാകുന്നു. അശ്വതി നാളിൽ അശ്വമുണരും മുമ്പ് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് ഗൃഹനാഥന് നന്മ വരാനാണ്. ഭരണി നാളിൽ ഭർത്താവുണരും മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് ബന്ധുമിത്രാദികൾക്ക് നന്മ വരാനാണ്. കാർത്തിക നാളിൽ കാക്ക കരയും മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് മാതാപിതാക്കൾക്ക് നന്മ വരാനാണ്. രോഹിണി നാളിൽ രോമം കാണും മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് സകല കുഞ്ഞുങ്ങൾക്കും നന്മ വരാനാണ്. തിരുവാതിര നാളിൽ പുലർച്ചെ 3 മണിക്ക് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് ഭർത്താവിന് നന്മ വരാനാണ്. പുണർദം നാളിൽ പുലർക്കാലത്തിന് മുൻപ് സ്നാനം കഴിഞ്ഞ് വ്രതമനുഷ്ഠിക്കുന്നത് സഹോദരങ്ങൾക്ക് നന്മ വരാനാണ്. ഒരു പെൺകുട്ടിയുടെ വിവാഹശേഷം ആദ്യം വരുന്ന ധനുമാസ തിരുവാതിരയാണ് പൂത്തിരുവാതിര. അതിൽ പങ്കെടുക്കാൻ ഏവരെയും ക്ഷണിക്കും. മകയിരം രാത്രി മുതൽ വ്രതമുള്ളവർക്ക് അരിഭക്ഷണമില്ല.
എല്ലാവരും ചേർന്ന് പെൺകുട്ടിയുടെ ദീർഘമാംഗല്യത്തിനായി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കും. കിഴക്കേ മുറ്റത്ത് അരിമാവണിഞ്ഞ അമ്മിക്കുഴവി വെച്ച് പാർവതി പരമേശ്വരന്മാരെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്ന ചടങ്ങുമുണ്ട്. വിവാഹത്തിന് തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അവ മാറി അനുയോജ്യമായ ഭർത്താവിനെ ലഭിക്കുന്നതിനും സുമംഗലികൾക്ക് ദീർഘമാംഗല്യ സിദ്ധിക്കുമായി തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. വിവാഹ തടസ്സം നേരിടുന്നവർ തിരുവാതിര വ്രതത്തോടൊപ്പം സ്വയംവര മന്ത്രം ജപിക്കുന്നതും ഏറെ ഗുണഫലം ചെയ്യും. ധനുമാസ തിരുവാതിര മുതൽ അടുത്ത വർഷത്തെ ധനു തിരുവാതിര വരെ എല്ലാ മാസവും തിരുവാതിര വ്രതം അനുഷ്ഠിച്ച് സ്വയംവര മന്ത്രം ജപിക്കുന്നതും ഫലപ്രദമാണ്. തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്ന വിവാഹിതരായ സ്ത്രീകൾ ഓം ശിവശക്തിയ്ക്ക് രൂപിണ്യേ നമഃ എന്ന മന്ത്രം 108 ഉരു ജപിക്കുന്നത് ദാമ്പത്യ ക്ലേശങ്ങൾ അകലാനും കുടുംബ ഭദ്രതയ്ക്കും വളരെ നല്ലതാണ്. വിവാഹിതരല്ലാത്ത സ്ത്രീകളും പെൺകുട്ടികളും ഓം സോമായ നമ എന്ന മന്ത്രം 108 തവണ തിരുവാതിര വ്രതത്തിൽ ജപിക്കുന്നത് ആഗ്രഹിച്ച ഭർതൃലാഭപ്രാപ്തി ലഭിക്കുന്നു. മകയിരവും തിരുവാതിര നാളും ചേർന്ന രാവിൽ തിരുവാതിര ആഘോഷിക്കുന്ന മംഗല്യവതികളും യുവതികളും പാർവതി ദേവിയെ സ്തുതിച്ച് പാടുന്നു. സൂര്യോദയത്തിന് മുൻപ് കുളത്തിൽ തിരുവാതിരപ്പാട്ട് പാടി തുടിച്ചു കുളിക്കൽ, നൊയമ്പ് നോൽക്കൽ, നാമജപം, തിരുവാതിരക്കളി, ഉറക്കമൊഴിപ്പ്, എട്ടങ്ങാടി കഴിക്കൽ, പാതിരാ പൂച്ചൂടൽ, ശിവക്ഷേത്ര ദർശനം എന്നിവയൊക്കെയാണ് തിരുവാതിരയുടെ പ്രധാന ചടങ്ങുകൾ. ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ഉത്സവം, തിരുവാതിരക്കളി, ഉമാമഹേശ്വര പൂജ, സ്വയംവര പൂജ, മറ്റു വിശേഷാൽ പൂജകൾ, പൊങ്കാല എന്നിവയൊക്കെ ഈ അവസരത്തിൽ നടക്കാറുണ്ട്. ദശപുഷ്പം ചൂടുന്നത് തിരുവാതിര വ്രതത്തിലെ ഒരു പ്രധാന ചടങ്ങാണ്. തിരുവാതിര വ്രതം നോൽക്കുന്ന സ്ത്രീകൾ ദശപുഷ്പങ്ങൾ ചൂടിയാലേ വ്രതം പൂർണ്ണമാകൂ എന്നാണ് വിശ്വാസം. എന്തെല്ലാമാണ് ദശപുഷ്പങ്ങളെന്നും ഓരോ പുഷ്പത്തിൻ്റെയും ദേവതയാരെന്നും അവ ചൂടിയാലുള്ള ഫലങ്ങൾ എന്തെന്നും നോക്കാം. കറുക, മുക്കുറ്റി, വിഷ്ണുക്രാന്തി, പൂവാങ്കുരുനില, നിലപ്പന, കയ്യൂന്നി, ഉഴിഞ്ഞ, മുയൽ ചെവിയൻ, ചെറൂള, തിരുതാളി എന്നിവയാണ് ദശപുഷ്പങ്ങൾ. കറുകയുടെ ദേവത സൂര്യനാണ്. അത് ചൂടിയാൽ വ്യാധികൾ മാറും. വിഷ്ണുക്രാന്തിയുടെ ദേവത മഹാവിഷ്ണുവാണ്. വിഷ്ണു പദത്തിലെത്തുമെന്നാണ് പറയുന്നത്. മുക്കുറ്റി ചൂടിയാൽ പാർവതിയാണ് മുക്കുറ്റിയുടെ ദേവത. ഭർതൃ സൗഖ്യമാണ് ഫലം. പൂവാങ്കുരുനിലയുടെ ദേവത ബ്രഹ്മാവ്, ദാരിദ്ര്യ ദുഃഖമകലുമെന്നാണ് പറയുന്നത്. നിലപ്പനയുടെ ദേവത ശിവനാണ്, പാപങ്ങൾ കഴുകിക്കളയും. കയ്യൂന്നിയുടെ ദേവത ലക്ഷ്മിയാണ്, സൗന്ദര്യത്തിന് ഉത്തമമാണ്. ഉഴിഞ്ഞയുടെ ദേവത ഭൂമി ദേവിയാണ്, ബുദ്ധിമതിയാകും. മുയൽ ചെവിയൻ്റെ ദേവത കാമദേവൻ, അഭീഷ്ടസിദ്ധിയാണ് ഫലം. ചെറൂളയുടെ ദേവത യമരാജൻ, ഇത് ചൂടിയാൽ ദീർഘായുസ്സാണ് ഫലം. തിരുതാളിയുടെ ദേവത ശ്രീകൃഷ്ണൻ, നെടുമംഗല്യമാണ് ഫലം. തിരുവാതിര ദിവസം സ്ത്രീകൾ 3 കൂട്ടി മുറുക്കും. വെറ്റിലയും അടക്കയും ചുണ്ണാമ്പും 108 വെറ്റില മുറുക്കുന്നതും ഉത്തമമെന്ന് പറയുന്നു. മഹാവ്രതങ്ങളിലൊന്നായ തിരുവാതിര വ്രതം തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നതിനനുസരിച്ചാണ്. ഈ വർഷത്തെ 2025 ജനുവരി 12-ാം തീയതി ധനു 28-ാം തീയതിയാണ് ധനു തിരുവാതിര ആരംഭിക്കുന്നത്. അന്ന് മകേര്യം നക്ഷത്രം 11 നാഴിക 48 വിനാഴിക വരെയാണ് ഉള്ളത്. അതായത് 11 മണി 26 മിനിറ്റ് വരെയാണ്. അതിനുശേഷം തിരുവാതിര നക്ഷത്രം ആരംഭിക്കുകയാണ്. അപ്പോൾ 11 മണി 26 മിനിറ്റിന് ശേഷം തിരുവാതിര നക്ഷത്രം ആരംഭിക്കുന്നു. പിറ്റേ ദിവസം തിങ്കളാഴ്ച തിരുവാതിര നക്ഷത്രം 9 നാഴിക 50 വിനാഴിക വരെയാണ്. 13-ാം തീയതി 10 മണി 39 മിനിറ്റ് വരെയാണ് തിരുവാതിര നക്ഷത്രമുള്ളത്. 13-ാം തീയതി 10 മണി 39 മിനിറ്റിന് ശേഷമാണ് തിരുവാതിര വ്രതം അവസാനിപ്പിക്കേണ്ടത്. പാരണ കഴിച്ച് വ്രതം വീടാവുന്നതാണ്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട സകല പ്രശ്നങ്ങൾ അകറ്റാനും കുടുംബസുഖം കൈവരാനുമായാണ് തിരുവാതിര വ്രതം എടുക്കുന്നത്. പാർവതി ദേവിക്ക് പരമശിവനെ ഭർത്താവായി ലഭിച്ചത് തിരുവാതിര ദിനത്തിലാണെന്നും ഐതിഹ്യമുണ്ട്.
കഠിനമായ തപസ്സിലൂടെയും വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും ശേഷം പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സു ചെയ്താണ് പരമശിവനെ നേടിയത്. തിരുവാതിര വ്രതമെടുത്ത് പാർവതീദേവിയെ ആരാധിച്ചാൽ ഇഷ്ടപ്പെട്ട പുരുഷനെ ഭർത്താവായി ലഭിക്കുമെന്നാണ് വിശ്വാസം. വിവാഹിതർക്ക് ദാമ്പത്യബന്ധം ദൃഢമാകുന്നതിനും ദേവി അനുഗ്രഹിക്കും. ധനുമാസത്തിലെ തിരുവാതിര നാളിലായിരുന്നു ശിവപാർവതിമാരുടെ വിവാഹമെന്നും ഐതിഹ്യമുണ്ട്. ശ്രീകൃഷ്ണനെ ഭർത്താവായി ലഭിക്കാൻ ഗോപസ്ത്രീകൾ കാർത്യായനി പൂജ നടത്തിയ ദിവസമാണിതെന്നും സങ്കല്പമുണ്ട്. തിരുവാതിര അങ്കനമാരുടെ ഉത്സവമാണ്. അലക്കിയതോ കോടി വസ്ത്രമോ ധരിച്ച് ശിവപൂജയും ശിവക്ഷേത്ര ദർശനവും നടത്തേണ്ടതാണ്. തിരുവാതിര ആഘോഷം സംഘകാലത്തു തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നല്ലാണ്ടുവനാരുടെ പരിപാടൽ എന്ന കൃതിയിൽ വൈഗാനദിയിൽ തിരുവാതിര ദിവസം യുവതികൾ തുടിച്ചു കുളിക്കുന്നതിനെ പറ്റി വർണ്ണിച്ചിട്ടുണ്ട്. പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന തിരുവാതിര ദിവസം ബ്രാഹ്മണർ ഭൂമിയുടെ ഫലസമൃദ്ധിക്കു വേണ്ടി മന്ത്രോച്ചാരണം നടത്തുകയും യുവതികൾ ഇഷ്ടപ്പെട്ട ഭർത്താവിനെ ലഭിക്കാൻ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് പറയുന്നത്. അമ്പാവാടൽ എന്നും ഈ ആഘോഷത്തിന് പേരുണ്ട്. അമ്പയെ ദേവിയെ ആരാധിച്ചുകൊണ്ടുള്ള ആഘോഷം. മാർഗഴി നീരാടൽ എന്നും തിരുവാതിര ആഘോഷത്തെ വിളിച്ചുവരുന്നു. ധനുമാസമായ മാർഗഴി മാസത്തിൽ ആണ്ടാൾ ദേവി ഭഗവാൻ ശ്രീകൃഷ്ണനെ ലഭിക്കുന്നതിനു വേണ്ടി മാർഗഴി വ്രതമെടുത്ത കഥയും അറിയാമല്ലോ. ആണ്ടാൾ എഴുതിയ തിരുപ്പാവൈ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് വൈഷ്ണവരും മാണിക്യവാസകർ എഴുതിയ തിരുവെമ്പാവൈ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് ശൈവരും തിരുവാതിര ആഘോഷിക്കുന്നു. ഒന്ന് കൃഷ്ണന്റെ പ്രേമത്തിനു വേണ്ടിയും വരണ്ട ഭൂമിയുടെ മഴ ലഭിക്കുന്നതിനു വേണ്ടിയുമാണെങ്കിൽ മറ്റേത് ഭഗവതി പൂജ നടത്തിക്കൊണ്ട് ഇഷ്ടഭർത്താവിനെ ലഭിക്കുന്നതിന് വേണ്ടിയുമാണ് തിരുവാതിര വ്രതം ആഘോഷിക്കുന്നത്. തമിഴ്നാട്ടിലും ഈ വ്രതം വളരെ പ്രധാനമായി തന്നെ ആഘോഷിക്കാറുണ്ട്. തിരുവാതിര വ്രതത്തിന്റെ മുഖ്യമായ ചടങ്ങുകൾ മറ്റു വ്രതങ്ങളെ പോലെ തന്നെ സ്നാനവും ധ്യാനവും തന്നെയാണ്. ഉറക്കമൊഴിച്ചുള്ള വ്രതാനുഷ്ഠാനമാണ് ധനുമാസ തിരുവാതിരയുടെ പ്രധാന ഭാഗം. ഉമാമഹേശ്വര പ്രീതി കൈവരിക്കാനുള്ള വ്രതമാണ് ആർദ്രാവ്രതം അഥവാ തിരുവാതിര നോമ്പ്. തിരുവാതിര നാൾ തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെയാണ് നൊയമ്പ്. അരിഭക്ഷണം പാടില്ല. തിരുവാതിര നാളുള്ള രാത്രിയിലാണ് ഉറക്കമൊഴിക്കൽ. ഭഗവാന് 108 വെറ്റില നേദിച്ച് ഭർത്താവും ഭാര്യയും കൂടെ വെറ്റില മുറുക്കി തീർക്കുന്ന രീതിയുമുണ്ട്. തിരുവാതിരയ്ക്കും ഊഞ്ഞാൽ കെട്ടിയാടാറുണ്ട്. തിരുവാതിര രാവിലെ കൂവ കുറുക്കിയത് ദേവനും ദേവിക്കും നേദിക്കും. ഇത് വ്രതക്കാർക്ക് കഴിക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ സ്ത്രീകൾ അടുത്തുള്ള പുഴയിലോ കുളത്തിലോ പോയി ഗംഗ ഉണർത്തുപാട്ടുപാടി ഗംഗയെ ഉണർത്തി തുടിച്ചു കുളിക്കുന്നു. തുടിയും കുളിയും തിരുവാതിരയുടെ ഒരു ചടങ്ങാണ്. വെള്ളം തട്ടിത്തെറിപ്പിച്ച് പ്രത്യേകതരം ശബ്ദമുണ്ടാക്കുന്നതിനെയാണ് തുടി എന്ന് വിശേഷിപ്പിക്കുന്നത്. പാട്ടുപാടി തുടിച്ചുകുളി കഴിഞ്ഞ് അലക്കിയ വസ്ത്രങ്ങളോ പുത്തൻ വസ്ത്രങ്ങളോ ധരിച്ച് നെറ്റിയിൽ ചന്ദനവും മഞ്ഞളും കൊണ്ട് കുറിയിട്ട് കുങ്കുമം കൊണ്ട് മംഗല്യത്തിലകം ചാർത്തി കണ്ണെഴുതി ദശപുഷ്പം ചൂടുന്നു. സ്ത്രീകൾ ഒത്തുചേർന്ന് തിരുവാതിരപ്പാട്ട് പാടിക്കളിച്ചും പാതിരാപ്പൂ ചൂടിയും ഇളനീർ കുടിച്ചും എട്ടങ്ങാടി നേദ്യം നേദിച്ച് കഴിച്ചും വെറ്റില മുറുക്കി പിന്നെ മംഗളം പാടി എല്ലാവരും പിരിയും. വീടെത്തി സ്നാനം ചെയ്ത് വീണ്ടും ക്ഷേത്രത്തിൽ അതിപുലർച്ചെയുള്ള ആർദ്രാ ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കണം. തിരുവാതിര നാൾ കഴിയുമ്പോൾ പാരണവീടി വ്രതം അവസാനിപ്പിക്കാം. ശ്രേഷ്ഠമായ തിരുവാതിര വ്രതം നോറ്റുകൊണ്ട് എല്ലാ അങ്കനമാർക്കും പാർവതി പരമേശ്വരന്മാരുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും എൻ്റെ തിരുവാതിരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.